അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നറിയോ? അച്ചിങ്ങയാണ്. അപ്പോൾ അച്ചിങ്ങ കൊളുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മതി. മുളക് പൊടി ഇടണേ ഇല്ല ഈ അച്ചിങ്ങയിൽ. ഇത് നല്ലപോലെ വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. വേറെ ഒരു സാധനം ഇടണ്ട കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അച്ചിങ്ങ ഇടാം. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കണം. നമ്മൾ മറ്റേ പാടൊക്കെ ഉണ്ടാക്കണേലും ടേസ്റ്റ് ഇതിനാട്ടോ. ഇപ്പം മുളക് പൊടിയൊക്കെ ഇടുന്നതിലും നല്ലത് ഇതിൽ ശരിക്കും വേണ്ടത് ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളി ചതച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. ചെറിയുള്ളി ഉള്ളവർ അത് തന്നെ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ചിങ്ങയുടെ കൂടെ കുറച്ച് സവാള അരിഞ്ഞിടണം. അത് നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ മറ്റേന് ഉറപ്പായിട്ടും ചെറിയുള്ളി തന്നെ എടുക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് പയ്യെ ആവിയിൽ വാട്ടിയെടുക്കണം. വെള്ളം തൊടിയേ ചെയ്യരുത്, വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റേ പോയി. പയ്യെ മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിക്കോളും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ മിക്കവാറും അച്ചിങ്ങ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്. ഇത് നമ്മുടെ നാടൻ പയറല്ല കേട്ടോ, പാണ്ടിപ്പയറാണ്. ഇതിങ്ങനെ വെച്ചാലേ നല്ല ടേസ്റ്റ്. നാടൻ പയർ പിന്നെ വേവിച്ചിട്ട് തന്നെ വളർത്തണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതെല്ലാവരും ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ആ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി വാടി വരുമ്പോൾ നല്ല എരിവും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഉറപ്പായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.